ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഷാർജ ഷേക്ക് കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാമല്ലോ. വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 പഴം തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഗ്ലാസ് ഷാർജ ഷേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 പഴം എടുത്തിട്ടുണ്ട്. അത് ഇനി ചെറുതാക്കി തൊലി കളഞ്ഞതിന് ശേഷം ചെറുതാക്കി ഇങ്ങനെ ഉടച്ച് എടുക്കണം. മിക്സിയിലിട്ട് അടിക്കരുതിട്ട് ഇങ്ങനെ ഉടച്ച്. ഇത് ഇത്തിരി പഴുപ്പ് കുറവാണ്. അത് കാരണം ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉടയണമെന്നില്ല കേട്ടോ. നമുക്ക് ചെറുതാക്കി ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ അരിഞ്ഞ ശേഷം നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ കഴുകിയിട്ട് ഉടച്ചെടുക്കണം നന്നായിട്ട്. കയ്യിലോട്ട് കണ്ടെത്തേ അങ്ങോട്ട് നിരങ്ങ അധികം വേവാത്ത പഴയ കാരണം. അപ്പോൾ നന്നായി ഒന്ന് ഉടച്ച് കൈകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. അധികം പഞ്ചസാര ഇല്ല കേട്ടോ. അവനവൻ്റെ ഇഷ്ടത്തിന് കൂടുതൽ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ അതിലേക്ക് ചേർത്തത്. പിന്നെ അതിൽ കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞത് വറുത്ത കപ്പലണ്ടി ഉണ്ടായിരുന്നു, അത് ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറി വെച്ച് തണുത്ത പാലുണ്ട് കേട്ടോ. ആ പാല് വെള്ളം ഒഴിക്കാതെ തിളപ്പിച്ചാണ് അത് മിക്സ് ചെയ്യുക കുറേശ്ശെ കേട്ടോ. കട്ടപ്പാൽ ഉദ്ദേശിച്ചത് ആദ്യം, അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ സാധാരണ പാൽ ഉണ്ടാകുന്നത് തിളപ്പിച്ച് മിക്സാക്കി ആറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ കുറേശ്ശെ. ഇളക്കി മിക്സാക്കിയതിന് ശേഷം പഴത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ പാല് ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ പാലാക്കിയിട്ട് വെള്ളം പോലെ ആക്കരുത്. ഇങ്ങനെ കട്ടിയിലിരിക്കണം കേട്ടോ. അങ്ങനെ പഴം കൂടി വളർന്ന പോലെ കട്ടിയിൽ ഇരിക്കണം നമ്മുടെ ഷേക്ക്. അപ്പോൾ അത് കാരണം ആവശ്യത്തിനുള്ള പാല് ചേർക്കാവൂ. അപ്പോൾ എനിക്ക് പഴം നല്ല കട്ടി തോന്നി. അപ്പോൾ ഞാൻ ആ പാല് മുഴുവൻ ചേർത്തിട്ട് ഒരു കവർ 1/2 ലിറ്റർ പാല് ചേർത്തു. എന്നിട്ടൊക്കെ മിക്സാക്കി കട്ടി പാകമാക്കിയതിന് ശേഷം ഒരു പഴം കൂടി ഞാൻ ഉടച്ച് ചേർത്തു. അതിൽ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ഇതിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഒരു 2 ഗ്ലാസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറേശ്ശെ ഒഴിക്കുക. പിന്നെ നമുക്ക് കിക്കറ്റ് മിഠായി ഉണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു തവണ ഒഴിച്ചതിന് ശേഷം അത് ഇടയിലിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഷേക്ക് തയ്യാറാക്കിയത് ഒഴിച്ച് കൊടുക്കുക ഇടവിട്ടിട്ട്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് രണ്ടും നിറയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ പാല് തണുത്തതായാലും കുട്ടികൾക്ക് ദോഷമല്ല കഴിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനെ പാല് തിളപ്പിച്ചെടുത്ത് കേട്ടോ. പിന്നെ തണവുള്ളത് വായിക്ക് രസമായാലും കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പനിയും ചുമയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആയത് നന്നായി. അപ്പോൾ ഇത് 2 ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ക്രിക്കറ്റിൻ്റെ മിഠായി ഉണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചത് ഒന്ന് മുകളിൽ ഭാഗത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി കേട്ടോ, വറുത്തിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കപ്പലണ്ടിയാണ്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ഗ്ലാസ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് തന്നെ ഉണ്ടാവും ഷേക്ക്. അപ്പോൾ 2 ഗ്ലാസ് ഇപ്പോൾ ഞാൻ നിറച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ ക്രിക്കറ്റിൻ്റെ മിഠായി പൊടിച്ചതിട്ടു. പിന്നെ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിൻ്റെ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ഗ്ലാസ് ഷേക്കാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. എല്ലാവർക്കും ബായ്. ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് അവിലും നാളികേരമൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കട്ടെ നമുക്ക്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാമല്ലോ. വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് അവിലേക്ക് 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അവിലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാൻ ചൂടായപ്പോൾ 1.5 കപ്പ് അവിൽ നമ്മൾ അതിലേക്ക് ഇട്ടു കേട്ടോ. ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്താൽ മതിയിട്ട്. കട്ടിയുള്ള അവലായി കാരണം ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ മിക്സിയിൽ ജാറിലിട്ടുണ്ട് നമ്മൾ അതിൻ്റോടൊപ്പം നമുക്ക് നാളികേരം അതിലിട്ട് കൊടുക്കുക, ഒന്ന് നന്നായി പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനോടൊപ്പം ഒരു 5-6 ഏലക്കായ ഫ്ലേവറിൻ്റെ മണത്തിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും, നല്ല ജീരകമല്ലേ, അതും ചേർത്ത് കൊടുത്തു. പിന്നെ എല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നന്നായി ഒന്ന് അടിച്ചത് പതുക്കെ അടിച്ചത് ഒന്ന് വിധം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ, കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ശർക്കര 1 കപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ, പൊടിച്ച ശർക്കര. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായി ഉരുകിട്ടി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം നമുക്ക് ഒരു 5 മിനിറ്റോളം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് വേഗം പൊടിച്ച ശർക്കര കാരണം വേഗം മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഒന്ന് ശർക്കര ചിളക്കൊന്ന് മെൽറ്റായി കിട്ടണത്. ഇപ്പോൾ ഒരുവിധം എല്ലാം ഉരുകിൻ്റെ. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഒന്ന് തീ കത്തിച്ചിട്ടൊന്ന് ശർക്കര മാവിനൊരു കട്ടി വരട്ടെ. ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഇളക്കി ഒരു കട്ടിയായപ്പോൾ നമ്മൾ പൊടിച്ച അവിലുണ്ടല്ലോ, അത്
ശർക്കര ഒരിക്കലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും ചേർത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു കിണ്ണ എടുത്തിട്ട് അതിൽ നെയ്യ് പൊറ്റിയതിന് ശേഷം ഈ മിക്സ് നമ്മൾ കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ ഇട്ടിട്ട് നന്നായി അമർത്തി വെച്ച് കൊടുക്കുക. കണ്ട ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചട്ടം കൊണ്ട് നന്നായി പതിച്ച് വെക്കുക കേട്ടോ. ഇനി നമുക്ക് മുറിച്ചെടുക്കുക ഒടുവ് ചൂടാറിയതിന് ശേഷം. നമ്മുടെ ഇഷ്ടം, അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കണവർക്ക് ഉരുട്ടാട്ട കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ വല്ല ഡപ്പേര മുടിലൊക്കെ ഇങ്ങനെ സ്ക്വയർ ആകൃതിയിലൊക്കെ വയ്ക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇനി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അതിന്. നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയായ സാധനങ്ങളല്ലേ, ശർക്കര, അവില്, നാളികേരമൊക്കെ അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇത് വയ്യാത്തവർക്ക്, ഷുഗറുള്ളവർക്ക് മധുരം കാരണം കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമ്മളത് പതുക്കെ ഒന്ന് മുറിച്ച് നോക്കുക കേട്ടോ, പീസുകളാക്കി മുറിക്കാൻ വേണ്ടിയിട്ട്. കണ്ട അങ്ങനെ പതുക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് സൈഡിൽ കൂടെ അങ്ങനെ വരച്ചിട്ട് നമ്മൾ ഓരോ പീസുകളാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ട ഇതുപോലെ മുറിച്ചെടുക്കുക കേട്ടോ കഷ്ണങ്ങൾ. ഇതിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഒക്കെ കഴിഞ്ഞിരിക്കണമല്ലോ, ഞാനൊന്നും ഇടാത്തത് തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തെല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയൊക്കെ. അപ്പോൾ ഉള്ളവരൊക്കെ അങ്ങനെ ചേർത്തിയാൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കടിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുപോലെ അല്ലാതെ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. നമുക്ക് നല്ല ഭംഗിയിൽ കാണാനും ഭംഗിയിൽ കഴിക്കാൻ നല്ല രസമുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.